ഇപ്പോൾ BRP ഭാസ്കറിലേക്ക് ശ്രീ BRP ഭാസ്കർ, ക്ഷമിക്കുക താങ്കളെ ടെലിഫോൺ ലൈനിൽ ഇത്രയും നേരം കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചതിന്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ആരോപണത്തിൻ്റെ നിഴലിലല്ല. അദ്ദേഹം നേരിട്ട് ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുറത്ത് സർക്കാരിന് ഈ ഇടപാടിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ് ന്യായമായി നിരത്തപ്പെട്ടിരിക്കുന്നത്. ഈ ന്യായങ്ങൾ വിശ്വസിക്കത്തക്കതാണോ, അല്ലെങ്കിൽ ഈ ന്യായങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണോ? വാദങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന വാദങ്ങളല്ല. സർക്കാരിന് നഷ്ടമുണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഈ കാര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു തട്ടിപ്പ് കേസാണ്. സർക്കാർ ഇതിനകത്ത് നേരിട്ട് വരുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി ഇതിനകത്ത് ഉൾപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ചാണ് ഇത് ചെയ്തത് എന്ന് ഇതിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ചാർജ് സർക്കാരിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളത്. രണ്ടാമത്തേത്, ഈ അന്വേഷണത്തിനിടയിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നു. ഇന്ന് കോടതിയിൽ നിന്ന് തന്നെ ഒരു പരാമർശം ഉണ്ടായല്ലോ, കുരുവിള പരാതി തന്നതിന് ശേഷം കുരുവിളയുടെ പേരിൽ കുറെ കേസുകൾ എടുത്തു എന്നുള്ളത്. അപ്പൊ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നുള്ള ഒരു ആരോപണമുണ്ട്. അപ്പൊ ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനം ത്യാഗം ചെയ്തിട്ട് അന്വേഷണം നേരിടണം. മുഖ്യമന്ത്രിയായിട്ടിരുന്ന് അദ്ദേഹം ഇരുന്നു കൊണ്ടിട്ടുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം മാത്രമല്ല, പൊതുസമൂഹത്തിലും പല ആളുകളും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ശ്രീ BRP ഭാസ്കർ, സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു അനിശ്ചിതകാല സമരത്തിന് LDF തയ്യാറെടുത്തതോടുകൂടി തന്നെ മുഴുവൻ സംഭവങ്ങൾക്കും ഒരു അസാധാരണത്വം കൈവന്നിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തുറന്നിടുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യമായ ഉമ്മൻചാണ്ടിയുടെ രാജി ചർച്ചയുടെ ഒരു ഘട്ടത്തിലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറല്ല. ഇങ്ങനെ ഈ വിഷയം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്നാണ് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുക? ഇതെങ്ങനെ എവിടെ ചെന്നെത്തും എന്ന് താങ്കൾ കരുതുന്നു? അതെ, ഇതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് രണ്ട് ഭാഗത്ത് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് കൂട്ടര്, അവരുടെ രണ്ടുപേരുടെയും സമീപനത്തിന് ജനാധിപത്യത്തിന് നിരക്കാത്ത ചില സമീപനങ്ങളുണ്ട്. അത് അപകടം ചെയ്യുന്നതാണ്. ഇപ്പൊ ചർച്ചയെക്കുറിച്ച് സർക്കാർ പറയുന്നു. കാരണം സർക്കാരിന് ഇപ്പൊ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ചർച്ച എന്നുള്ള ഒരു ആശയം സർക്കാർ ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം യഥാർത്ഥത്തിൽ ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഫലപ്രദമായ ഒരു എന്തെങ്കിലും ചർച്ച നടക്കുന്നതിന്റെ സാധ്യത ഞാൻ കാണുന്നില്ല. വളരെയധികം നന്ദി BRP ഭാസ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. VS സുനിൽകുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ സുനിൽകുമാർ, CPMന്റെ CPIയുടെ കേഡർ സ്വഭാവത്തെക്കുറിച്ച് അറിയാതെയല്ല, LDFന് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള കഴിവിനെ കുറച്ചു കണ്ടിട്ടുമല്ല. പക്ഷേ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ സെക്രട്ടേറിയറ്റിനെ ഉപരോധിക്കാൻ വിളിച്ചു വരുത്തി അത് ദിവസങ്ങൾ നീണ്ടാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് LDF സുചിന്തിതമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ബേക്കറി ജംഗ്ഷനിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ബിനോയ് വിശ്വവും ഒക്കെ നേരിട്ടെത്തേണ്ടി വന്നു സമാധാനമുണ്ടാക്കാൻ. അല്ല, ഞങ്ങൾ ഒരു സമാധാന ഭംഗം വരുത്താൻ വേണ്ടി നടത്തുന്ന സമരമല്ല. ഞങ്ങൾ സുചിന്തിതമായി തന്നെ ആലോചിച്ച് നടത്തുന്ന സമരമാണ്. ശ്രീ BRP ഭാസ്കരൻ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. നിങ്ങൾക്കറിയാം, അണ്ണാ ഹസാരെ പോലെയുള്ള ആളുകൾ ഡൽഹി പട്ടണത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തിയ സമരം, ആ സമരത്തെ പല രീതിയിലും പ്രോത്സാഹിപ്പിച്ച ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എന്നറിയാം. ആ നിലയിലൊന്നും ഞങ്ങൾ ഈ സമരത്തെ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ കേരളത്തിൻ്റെ ഈ ഭരണസിരാകേന്ദ്രത്തെ സ്തംഭിപ്പിക്കുന്ന നിലയിൽ സമരം നടത്തുകയും സമാധാനപരമായി സമരം നടത്തുകയും ചെയ്യുകയാണ്. ഇവിടെ സുരേഷ് ബാബു നേരത്തെ സൂചിപ്പിച്ചതൊരു തട്ടിപ്പ് കേസ് മാത്രമാണ് അന്വേഷണം നടക്കുന്നു എന്നുള്ളത്. ഒറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഈ കേസിൽ സരിതയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണമായിരിക്കുന്ന സജാദ് എന്ന് പറയുന്ന പരാതിക്കാരൻ്റെ ഒരു കേസാണ്. ആ സജാദ് കൊടുത്ത പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്ന പേരിലാണ് ഇന്ന് ആ കേസിൽ സരിതയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഈ സരിതയെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയ
ആ ഒരു കേസ് പോലും ഈ അന്വേഷണ സംഘം അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ അന്വേഷണം ഏത് രൂപത്തിൽ പോകുന്നു എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം? പിന്നെ ബഹുമാന്യ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ കാര്യം, ഉമ്മൻചാണ്ടിയെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം ഇതിലില്ല എന്ന് സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൂടിയുണ്ട്, പി സി ജോർജ് ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഈ ശ്രീ പി സി ജോർജിന്റെ പ്രസ്താവന തെറ്റാണെന്നും ആ പ്രസ്താവന ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയല്ലെന്നും പി സി ജോർജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ അത് കെ എം മാണിയുടെ പാർട്ടിക്ക് അതിൽ ബന്ധമില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോഴും പി സി ജോർജ് അതേ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. UDF പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടി കെ എം മാണിയെ കൊണ്ട് മിണ്ടരുത് എന്ന് പറയിപ്പിച്ചിട്ട് പോലും കെ എം മാണിയുടെ കൂടി അറിവോടുകൂടി തന്നെയാണ് ശ്രീ പി സി ജോർജ് ഈ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തിരിച്ചു വരാം ശ്രീ സുനിൽകുമാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NP ചേക്കുട്ടി, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ NP ചേക്കുട്ടി, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സമരം സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുമായി പരിശോധിച്ചാൽ ഒത്തുതീർക്കാനുള്ള സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ച് സമരക്കാരുടെ പ്രധാന ആവശ്യമായ ഉമ്മൻചാണ്ടിയുടെ രാജി ചർച്ചയുടെ പരിഗണനയിൽ വരില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ഒരു സമരം പതിവില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മുഖ്യമന്ത്രി മാറണം, അദ്ദേഹത്തെ വ്യക്തിഗതമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സമരം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതിന് യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ അടിത്തറയില്ല. കേരളത്തിൽ വിഷയം ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുവിൽ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു നേരത്തെ അവർ ഉന്നയിച്ചിരുന്ന ആവശ്യം അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന സമരം രാഷ്ട്രീയമായിട്ട് അധിക ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും അത് ഒരു അക്രമത്തിന്റെ പാതയിലേക്ക് തിരികുകയാണെങ്കിൽ ജനങ്ങൾ ശക്തിയായിട്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു സമീപനം എടുക്കാനാണ് സാധ്യത. രാഷ്ട്രീയമായിട്ട് അധിക ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ധാർമ്മികമായി വളരെ അടിത്തറ ഇല്ലാത്ത ഒരു സമരവുമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തിനകം ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ശ്രീ NP ചേക്കുട്ടി, മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ധാർമ്മികമായി അദ്ദേഹത്തിന് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒപ്പം അവർ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം, സർക്കാരിനെ അട്ടിമറിക്കാനല്ല ഈ സമരം എന്നതുകൂടിയാണ്. രാഷ്ട്രീയമായെങ്കിലും പ്രതിപക്ഷത്തിന് മേൽക്കൈ നൽകുന്നില്ലേ ഈ സമരം? ഒട്ടുമില്ല. കാരണം എന്താ വെച്ചാല് രാഷ്ട്രീയമായിട്ട് മേൽക്കൈ നൽകുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉമ്മൻചാണ്ടിയുടെ നേരെയുള്ള ഒരു അറ്റാക്ക് ആയിട്ട് ഇത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾക്ക് അവർ ആൻസർ പറയേണ്ടതായിട്ട് വരും. കാരണം ഇൻഡിവിജ്വൽസ് ഉള്ളവർക്ക് കേരള സമൂഹത്തിനകത്ത് പലവിധ ആരോപണങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. പ്രതിപക്ഷ സമരനിരയിലെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും ഇത്തരം കേസുകളിൽപ്പെട്ട് പ്രതികളായിട്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള ചില ഒരു ആരോപണങ്ങളല്ലാതെ, അതും മാധ്യമങ്ങളിലൂടെ വരുന്ന ചില ആരോപണങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഗൗരവമുള്ള ഒരു തരത്തിലുള്ള ഒരു വിഷയവും ഉമ്മൻചാണ്ടിയുടെ പേരിലില്ല. ഒരു കോടതിയും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റപത്രം ചുമത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് എന്താ പറയുക പൊതുസമൂഹത്തിന് മുമ്പിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യമൊന്നും നിലനിൽക്കുന്നതല്ല. പ്രതിപക്ഷം പറയുന്നത് കൊണ്ട് മാത്രം ഉമ്മൻചാണ്ടി കള്ളനാവുകയില്ല. കാരണം 10, 40 വർഷത്തെ 50 വർഷത്തെ പൊതുപ്രവർത്തന രംഗത്ത് പരിചയമുള്ള അത്രയും ഉന്നതരായിട്ടുള്ള ആളുകളെ നമ്മൾ അങ്ങനെ എന്താ പറയുക കൊച്ചായി കാണാൻ കഴിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. തിരിച്ചു വരാം ശ്രീ സുനിൽകുമാർ. രാഷ്ട്രീയമായ ഒരു മേൽക്കൈ ഈ സമരം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്നില്ല എന്ന നിരീക്ഷണമാണ് NP ചേക്കുട്ടി നടത്തിയത്. മറുപടി ഉണ്ടാകുമല്ലോ താങ്കൾക്ക്? എനിക്ക് NP ചേക്കുട്ടിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന അഭിപ്രായ പ്രകടനത്തിന് കാരണം അദ്ദേഹത്തിന് നേരിട്ട മറ്റു പല കാരണങ്ങളാലാകാം. ഞാൻ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന കേട്ടാൽ തോന്നും ഉമ്മൻചാണ്ടി 45 വർഷത്തെ പാരമ്പര്യമുള്ള ഉമ്മൻചാണ്ടി ഇങ്ങനെ ചെയ്യാനിടയില്ല. എങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ അദ്ദേഹത്തോട്. 45 വർഷം പാരമ്പര്യമുള്ള ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ ബോധമുള്ള ഒരാളാണ് ചേക്കുട്ടി എന്നാണ് എൻ്റെ പരമമായ വിശ്വാസം. ആ അർത്ഥത്തിൽ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേവലം മാധ്യമങ്ങൾ പുറത്തുവിട്ട കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായല്ലോ. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തി
അദ്ദേഹത്തിൻ്റെ തെറ്റ് ശരി എന്താണെന്ന് ബോധ്യപ്പെട്ട ശേഷം വീണ്ടും അദ്ദേഹം അഗ്നിശുദ്ധിയോടുകൂടി തിരിച്ചു വന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഈ 45 വർഷത്തെ പാരമ്പര്യമുള്ള ഉമ്മൻചാണ്ടിക്ക് ഒരു തെറ്റും ചെയ്യാത്തവനാണ് ഞങ്ങൾ പ്രതിപക്ഷം അവരെ കുരിശിലേറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് പൂർണ്ണ ശോഭയോട് തിരിച്ചു വരാമല്ലോ. അങ്ങനെ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം 45 വർഷത്തെ അദ്ദേഹത്തിന്റെ പെഡിഗ്രി വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആത്മനിഷ്ഠമായിട്ട് വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായം അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നേരത്തെ BRP ഭാസ്കർ പക്ഷേ വളരെ ബാലൻസ്ഡായി നിന്നുകൊണ്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. പ്രതിപക്ഷ സമരത്തെ അദ്ദേഹം വിമർശിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതാണ് വസ്തുത. ആ സൂചിപ്പിക്കുന്നതിന് പകരം ഏകപക്ഷീയമായ നിലയിൽ പ്രതിപക്ഷ സമരത്തെ താറടിച്ച് കാണിക്കുന്ന അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്നതിനെ കുറിച്ച് എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ ചർച്ചയിൽ ഇത് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായും താങ്കളിലേക്ക് ശ്രീ NP ചേക്കുട്ടി, ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ താറടിച്ചു കാണിക്കുകയാണ് താങ്കൾ എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ 45 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം, അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണമുണ്ടായാൽ അത് യുക്തിസഹമായി അന്വേഷിക്കുന്നതിന് തടസ്സമാകുന്നത് എങ്ങനെ എന്ന ചോദ്യവും സുനിൽകുമാർ ഉന്നയിക്കുന്നുണ്ട്. അതില് വ്യക്തിഗതമായിട്ട് എന്റെ താല്പര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമെങ്കിൽ അദ്ദേഹം പറയണം. കാരണം രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ കേരളീയ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പദവിയോ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യമോ അനുഭവിക്കുന്ന ആളായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഇതുവരെ ഈ സർക്കാരിൽ നിന്നോ മുൻ സർക്കാരിൽ നിന്നോ കിട്ടിയിട്ടില്ല. ഞാൻ പൊതുവിൽ അത്തരം എന്താ പറയുക കമ്മിറ്റികളിൽ നിന്നോ മറ്റു കാര്യങ്ങൾക്ക് പൊതുവെ അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ എനിക്ക് സന്തോഷം. ഞാൻ അറിയാത്ത പല നേട്ടങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ വന്നിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് ഇതിലൊക്കെ ഉത്തരവാദി എന്ന് പ്രതിപക്ഷത്തിന് പറയാമെങ്കിലും പൊതുസമൂഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല എൻറ്റയർ സ്റ്റേറ്റിനെ എന്താ പറയുക സ്തംഭിപ്പിക്കുന്ന വിധം ഇപ്പം 4ാമത്തെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു, സന്തോഷം. പക്ഷെ അങ്ങനെ സംസ്ഥാനത്തിന്റെ ജീവിതത്തെ ആകെ അട്ടിമറിക്കുന്ന രൂപത്തിലൊരു സമരത്തിലേക്ക് പോകുന്നത് ശരിയല്ല. കാരണം കേരളീയ സമൂഹം ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വളരെ നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന ഇടുക്കി പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പോലുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭരണത്തെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന കേരളീയ സമൂഹത്തോട് ചെയ്യുന്ന നീതിയല്ല എന്നുള്ള അഭിപ്രായം എനിക്ക് അങ്ങനെ ഒരു ഗുരുതരമായ അന്തരീക്ഷം കേരളത്തിലില്ല. ശ്രീ NP ചേക്കുട്ടി, ശ്രീ സുനിൽകുമാർ, ഈ ചർച്ച അവസാനിക്കുമ്പോൾ താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ രാജി എന്ന ആവശ്യം പരിഗണിക്കപ്പെടാതെയുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇടതുപക്ഷം നിൽക്കുമോ? അല്ല, ശ്രീ NP അല്ല, ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. NP ചേക്കുട്ടി ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യം പറ്റിയെന്ന നിലയിലല്ല, അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ പ്രതിപക്ഷത്തെ ചില ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം വളരെ ഗംഭീരമായി ന്യായീകരിക്കുകയാണ്. അന്വേഷണമെല്ലാം ശരിയായി നടക്കുന്നു എന്ന് മൂക്ക് കീഴ്പ്പെട്ടിട്ടിരുന്ന ഒരു മലയാളി വിശ്വസിക്കുന്നില്ല. സജാദ് കൊടുത്തൊരു പരാതിയുടെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്ന് ശ്രീ ചേക്കുട്ടിയെ പോലെയുള്ള ഒരു സീനിയർ പത്രപ്രവർത്തനം അറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്ന എല്ലാ അന്വേഷണം ശരിയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഏകപക്ഷീയമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇന്നലെ വരെ ശ്രീ ചേക്കുട്ടി എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിഷ്പക്ഷമായ പലപ്പോഴുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും അദ്ദേഹം പക്ഷം പിടിക്കുന്നുണ്ടെങ്കിലും ശരിയുടെ പക്ഷം പിടിക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ച വ്യഗ്രതയുടെ അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളുടെയും ശക്തമായ നിഷേധമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രകടനമെന്ന് പറയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഉമ്മൻചാണ്ടി ഓഫീസ് ചെയ്തിരിക്കുന്ന വ്യക്തമായ ഇടപെടലിനെ കുറിച്ചും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തിന്റെ അട്ടിമറിയെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം വളരെ ക്ലിയർ ആണ്. ഈ രാജ്യം സ്തംഭിപ്പിക്കുന്ന സമരം ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇദ്ദേഹത്തെ പോലെയുള്ള ആരാണെങ്കിൽ പോലും പ്രതിപക്ഷത്തെ കുരിശിലേറ്റിയാലും ശരി, ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ ധാർമ്മികമായ ഈ മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു അന്തിമമായ പോരാട്ടത്തിലാണ്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, വളരെ സമാധാനപരമായി. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ VS സുനിൽകുമാർ, NP ചേക്കുട്ടി, BRP ഭാസ്കർ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു,
ഈ ചർച്ചയിൽ പങ്കെടുത്തത്.